നമുക്കൊരുമിച്ച് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 115 സങ്കീർത്തനം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. Psalm number 115 verses 11 to 15. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സങ്കീർത്തനത്തിനായി, ആ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച് ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജീവനുള്ള ദൈവത്തെയും ജീവനില്ലാത്ത വിഗ്രഹത്തെയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനവും അതിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ സ്വഭാവവിശേഷങ്ങളെയും വിവരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 115 സങ്കീർത്തനം. ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിച്ച വിഗ്രഹങ്ങളെ മാത്രം ആരാധിക്കുന്ന ലോകമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ആരാധിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഇന്നലെ ഉണ്ടായ ആ വലിയ അപകടത്തിന് കാരണം ഒരു മനുഷ്യനെ മനുഷ്യനായി കാണേണ്ടതിന് പകരം മനുഷ്യനെ ദൈവത്തെ പോലെ കണ്ട് ആ മനുഷ്യൻ അധികാരത്തിൽ വന്നാൽ അവൻ എന്തെങ്കിലും പ്രത്യേകത നന്മ ലഭിക്കും എന്ന് കണ്ട് ആളുകൾ ഓടിക്കൂടിയ ആളുകളുടെ നടുവിൽ സംഭവിച്ച വളരെ ദയനീയമായ ദാരുണമായ അപകടമാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നടന്ന അപകടം. 39 പേരാണ് മരിച്ചത്. അതെനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. മനുഷ്യൻ പ്രത്യേകിച്ച് സിനിമ ആക്ടേഴ്സിനെ ദൈവങ്ങളായി കാണുക, അവർക്ക് പാലഭിഷേകം നടത്തുക, അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക എന്ന പരിപാടി അവിടെയോ ഏതായാലും ഇത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ ആ സംഭവം വിലപ്പോയില്ല എന്നുള്ളതാണ് ചരിത്രം. എന്തായാലും അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വിഗ്രഹങ്ങൾ മാത്രമല്ല ദൈവങ്ങളായിട്ടുള്ളത്, മനുഷ്യന്മാരും ദൈവങ്ങളാകുന്ന ലോകത്ത് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ ഒരു പ്രത്യേകത നിങ്ങളുടെ മുമ്പാകെ കാണിക്കുവാനാണ്, പറയുവാനാണ് ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ എല്ലാവർക്കും പൊതുവെ സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങൾ ലഭിക്കാറുള്ളത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് സന്തോഷിപ്പിക്കുന്ന വാക്യം ലഭിക്കാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും പൊതുവെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നതാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണല്ലോ. അത് നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പ്രത്യേകതയും കൂടെയാണ്. അത് ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതാണ്, അല്ലേ? അതല്ലേ നമ്മൾ അന്യോന്യം പറയുന്നത്? ഗോഡ് ബ്ലെസ് യു എന്നല്ലേ പറയുന്നത്? ഗോഡ് കേഴ്സ് യു എന്നാലും പറയാറുണ്ടോ? ഇല്ല, ദൈവം അനുഗ്രഹിക്കും. അവിടെ ആവർത്തിക്കുന്ന പദം കേട്ടോളെ. അവൻ അനുഗ്രഹിക്കും. 12 വാക്യം, ഹി വിൽ ബ്ലെസ് യു. അവൻ അനുഗ്രഹിക്കും. അവൻ ആരെ അനുഗ്രഹിക്കും? ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ അഹ്റോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോഭക്തനായി ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അടുത്തത്, അവൻ വർദ്ധിപ്പിക്കും മക്കളെയും മക്കളുടെ മക്കളെയും തന്നെ. എന്നിട്ട് പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ രണ്ടാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? യു ബ്ലെസ്ഡ്. നിങ്ങൾക്ക് ഒരു കാര്യം നമുക്കറിയാം, ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിൽ നിങ്ങൾ ആരും സംശയം ഉണ്ടാകുന്ന, is there is a doubt that God will bless or not? No, we all know that God will bless you. Do you have are you sure that you are blessed? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? ഈ വഴി പറഞ്ഞ് കണക്ട് ചെയ്യാന്നുണ്ട്, സ്റ്റെപ്സ് എഴുതി കണക്ട് ചെയ്യാൻ. ചിലർക്ക് ഉത്തരം കിട്ടും, പക്ഷേ ഇതിന് സ്റ്റെപ്സ് കിട്ടത്തില്ല. സ്റ്റെപ്പ് എഴുതി കണക്ക് ചെയ്താലേ കണക്കിന് ഫുൾ മാർക്ക് കിട്ടത്തുള്ളതാണ് പറയുന്നത്. എനിവേ, ഒരു കാര്യത്തിൽ നമുക്കെല്ലാവരും എഗ്രി ചെയ്യും. ഒന്ന്, ഗോഡ് വിൽ ബ്ലെസ്. ഒന്ന്, ദൈവം അനുഗ്രഹിക്കും.
യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ ഒരു ഡൗട്ടും വേണ്ട അനുഗ്രഹിക്കും. ഇനി അടുത്തത് ഇവിടെ പറയുന്നു, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്താൽ നിങ്ങൾ ബട്ട് the heavens and the Lord will bless. അതിൻ്റെ 16-ാമത്തെ വാക്യം, the heavens are 15-ാമത്തെ വാക്യം, may you be blessed of the Lord maker of heaven and earth. നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ ഒന്നാമത് ഞാൻ ഈ വചനത്തിലേക്ക് വരുമ്പോൾ അറിയേണ്ട കാര്യം, ദൈവം അനുഗ്രഹിക്കുന്ന പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാൻ കാര്യം എന്നാണെന്നറിയോ? പൊതുവേ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്, കൈ നീട്ടി ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ കുടഞ്ഞിട്ട് തരുന്നതാണ് അനുഗ്രഹം. അതായത് എനിക്കൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നീട്ടിയാൽ ഉടനെ കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്നാമതറിയണം, ബ്ലെസ്സിങ് ഈസ് നോട്ട് പാസീവ്, ബ്ലെസ്സിങ് ഈസ് ഓൾവേസ് ആക്റ്റീവ്. അതായത് അനുഗ്രഹം എന്തു പറഞ്ഞാൽ പാസീവ് എന്ന് പറഞ്ഞാൽ അതായത് നിഷ്ക്രിയമല്ല, അനുഗ്രഹം എപ്പോഴും ക്രിയാത്മകമാണ്. അതായത് ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് വെറുതെ ഇരുന്ന് പാസീവായിട്ട് നിഷ്ക്രിയരായിരിക്കുന്നവരെ അല്ല അനുഗ്രഹിക്കുന്നത്, അവൻ ദൈവസന്നിധിയിൽ സജീവമായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ തെളിവെന്നാണെന്നറിയോ? താഴെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം മരിച്ചവരും മൗനത ഇറങ്ങിയവരെയും ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, അവരാരും ആക്റ്റീവല്ല, അവരാരും സജീവമല്ല, അവരെല്ലാവരും മരിച്ചവരാണ്, മൗനത ഇറങ്ങിയവരാണ്. പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നവർ ആക്റ്റീവായിട്ടിരിക്കുന്നവരാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ആത്മീകമായി മരിച്ചുണങ്ങിയിരിക്കുന്നവരെ ദൈവത്തിൽ എന്തധികരിക്കാനാ? പക്ഷേ ഇന്ന് പകൽ ആത്മാവിൻ്റെ ജീവൻ എവിടെ ചലിക്കുന്നു, അവിടെ യഹോവയുടെ അനുഗ്രഹത്തിൻ്റെ കരം മീറ്റപ്പെടും. ഒന്നാമതറിയുക, അനുഗ്രഹം അത് പാസീവല്ല, അത് ആക്റ്റീവാ. മരിച്ചു കിടക്കുമ്പോൾ എത്ര നല്ല റീത്ത് കൊണ്ടുവച്ചാൽ, എത്ര നല്ല ബൊക്കെ കൊണ്ടുവച്ചാൽ, എത്ര നല്ല ഫ്ലവർ കൊണ്ട് പെട്ടി മുഴുവനും ഡെക്കറേറ്റ് ചെയ്താലും മരിച്ചവൻ ഇതൊന്നും അറിയാതെ, എത്ര വില കൂടിയ സ്പ്രേ അടിച്ചാലും, എത്ര നല്ല ഡെക്കറേഷൻ മൊത്തത്തിൽ ചെയ്താലും, ആ ശവക്കുഴി ഏറ്റവും നന്നായിട്ട്, ഇപ്പോൾ ഒത്തിരി മോഡേൺ പ്രോഗ്രാമുകളൊക്കെയാണ് ഉള്ളത്, എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവനും വിഷമമൊന്നും ഉണ്ടാകില്ലെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ കുഴിയും അതുപോലത്തെ പെട്ടിയും. പക്ഷേ അറിയുക, ഹീ ഈസ് നോട്ട് ആക്റ്റീവ്. പക്ഷേ അദ്ദേഹം ആക്റ്റീവല്ല. പക്ഷേ അതുകൊണ്ട് ഇതൊന്നും അനുഭവിക്കാനും പറ്റത്തില്ല, എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയുക, ഇത്രയും കാര്യങ്ങൾ, ആമേൻ സ്തോത്രം, ഇത്രയും കാര്യങ്ങൾ വേറെ രീതി ഒരാളുടെ വിവാഹത്തിന് ചെയ്യാമെന്ന് ഓർത്തു. എന്തുവാ? ഡെക്കറേഷൻ ചെയ്യുന്നു, നല്ല പന്തലൊരുക്കുന്നു, എല്ലാ കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തി എൻജോയ് ചെയ്യുമോ ഇല്ലയോ? അതിനൊറ്റ ഡിഫറൻസേ ഉള്ളൂ. മരിച്ചയാളെ ഒരാൾ മരിച്ചിരിക്കുന്നു, ഒരാളെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ എല്ലാവരും അറിയുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത് പാസീവല്ല, അത് നിഷ്ക്രിയമല്ല, അത് സജീവമാണ്. പകൽ സജീവമാണെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ വ്യാപരിക്കുന്ന ജീവനിലാണ് ഞാൻ നിങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുന്നത്. അത് നിമിത്തം ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. God will bless and you are blessed. ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് സംശയമുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരാൾ സാക്ഷ്യത്തിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ, കഴിഞ്ഞ ആഴ്ച അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്നും ദൈവം ചെയ്തില്ല. എന്താ? നിങ്ങൾ ഇന്നലെ 3 നേരം ആഹാരം കഴിച്ചോ? then it's a luxurious life. 3 നേരം ആഹാരം കഴിച്ചെങ്കിൽ അത് ഭയങ്കര ലക്ഷറിയാണ്. ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആഡംബരമാണ്. കാര്യം എന്താണെന്നറിയോ? ഇന്നലെ 1 നേരം ആഹാരം കഴിക്കാതെ ഇന്നലെ രാത്രി ഉറങ്ങി എത്രയോ പേര് കാണും. അങ്ങനെയാണെങ്കിൽ 3 നേരം ആഹാരം കഴിച്ചത് ആഡംബരമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിയോ? അതൊന്നും വലിയ കാര്യമാണ്. എന്നും ഉറങ്ങുന്നതല്ലേ. ഇതൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങാത്ത എത്രയോ ലക്ഷങ്ങൾ കാണും.
അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയെന്നുള്ളത് അത്ഭുതമാണ്. ഇന്ന് നിങ്ങളിവിടെ വന്നോ? ഗാന്ധിയിലോട്ട് പോയില്ലല്ലോ, ഇങ്ങോട്ടല്ലേ വന്നേ. അപ്പോൾ അതെത്ര അത്ഭുതമാണ് അല്ലേ. പക്ഷെ നമ്മൾക്കാർക്കും ഇതങ്ങനെ പ്രത്യേകതകളായിട്ട് തോന്നാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മിറക്കിൾ, അതായത് ദൈവം ചില കാര്യങ്ങൾ ഇങ്ങനെ സൂപ്പർ നാച്ചുറലി ചെയ്യുമ്പോഴാണ് അത്ഭുതം. നാച്ചുറലി ചെയ്യുന്ന ഒന്നും വലിയ കാര്യമല്ലെന്നാണ് പലരുടെയും വിചാരം. ഈ ദൈവമക്കൾ തീർത്തും ആ ചിന്ത നിങ്ങൾക്ക് ഇല്ലെന്നാണ് ചിന്ത. മാറ്റിക്കോളൂ. ആമേൻ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. ആമേൻ. ദൂരത്തുനിന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ വരെ ഗ്രഹിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ആമേൻ, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ അനുഗ്രഹം എപ്പോഴും ക്രിയാത്മകമാണ്, സജീവമാണ്. ഇനി അനുഗ്രഹം എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്നാൽ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നും കണ്ട അങ്ങനെ അങ്ങനെ വരുന്നതല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ ബ്ലെസ്സിങ് എന്നുള്ള പദം അല്ലെങ്കിൽ അനുഗ്രഹം എന്നുള്ള പദം ഒഴിവാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നറിയാമോ? ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ മെല്ലെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് മനഃപൂർവ്വമായിട്ട് ഈ പദം ഉപയോഗിക്കരുത്. എന്ത് പദം? ഇച്ചിരി കഷ്ടപ്പെടും, വേണേൽ ഒപ്പിച്ചെടുക്കാം, ഇച്ചിരി കഷ്ടപ്പെടും. ഏത് പദം? ബ്ലെസ്സിങ്, ബ്ലെസ്സിങ്, ബ്ലെസ്ഡ് എന്നുള്ള പദം ഒഴിവാക്കി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പലപ്പോഴും ഈ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ, ദൈവം ബ്ലെസ് ചെയ്യുമെന്ന് പറയുമ്പോൾ, ദൈവം നമ്മൾ ബ്ലെസ്ഡ് ആന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? യു ആർ ബ്ലെസ്ഡ് അല്ലെങ്കിൽ ഗോഡ് വിൽ ബ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ശരിയാ, സ്വത്തം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് പറയുമ്പോൾ ശരിയാ, അനുഗ്രഹിക്കപ്പെട്ടവർ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 നേരം കഴിച്ചെന്നൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്നത്. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ഈ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പദമാണ് ഈ ബ്ലെസ്സിങ് എന്നുള്ള പദം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദൈവം അനുഗ്രഹിക്കുക എന്നുള്ള പദം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്നുള്ളത്. ഇനി എല്ലാ കാര്യം ഇതിൻ്റെ അർത്ഥം എന്നാന്ന് അറിയത്തില്ലെങ്കിലും ബേസിക്കലി വിശ്വസിക്കണം, ദൈവജനം അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെയാണെന്ന്. ദൈവജനം അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെയാണ്. അത് ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നതാണ് കേട്ടോ. ബൈബിൾ സേസ് യു ആർ ബ്ലെസ്ഡ്, ദെൻ യു ആർ ബ്ലെസ്ഡ്. ഈ നമ്മളെക്കുറിച്ച് ഒത്തിരി പേരുകൾ ബൈബിളിലുണ്ട്. നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയുന്ന പേരല്ല, ബൈബിളിൽ പറയുന്ന പേരുണ്ട്. ഈ പൊതുവെ നമ്മുടെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റു പലരും നമ്മളെ പരിചയപ്പെടുത്തുന്ന പെന്തക്കോസ്തുകാരെന്നാണ്. ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞൊരു പദം ബൈബിളിലുണ്ടോ? പെന്തക്കോസ്ത് എന്നുള്ള പദമുണ്ട്, പെന്തക്കോസ്തുകാരെന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഈ കാർ ഏത് കാറാണ്? ഏത് കാറ്? ഈ പെന്തക്കോസ്ത് കാർ ഏത് കാറാണ്? പെന്തക്കോസ്ത് എന്ന് ബൈബിളിലുണ്ട്, പക്ഷെ പെന്തക്കോസ്തുകാർ എന്നില്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ബേസിക് മീനിങ് ഈസ് 50th ഡേ എന്നാണ്, 50-ാം ദിവസം എന്നാണ്. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായത്, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120 പേർ വന്നു, അവർ അന്യഭാഷ പറഞ്ഞു. ദേ ഹാഡ് എ ട്രെമൻഡസ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭ്യമായി. അതുകൊണ്ട് ആ അനുഭവം പറയുന്നവരെ വിളിക്കുന്ന ഒരു പേരാണ്. പക്ഷേ അങ്ങനെ അനുഭവം ഉള്ളവരെക്കുറിച്ച് പിന്നീട് അനുഭവിച്ചവരെക്കുറിച്ച് പറയുന്നുണ്ട്, പെന്തക്കോസ്തുകാരെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളെ പെന്തക്കോസ്റ്റൽസ് എന്ന് പൊതുവെ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്, നമ്മളും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബൈബിളിലുള്ള 1-2 പേര് പറയാം. ഒന്ന് ക്രിസ്ത്യൻസ് എന്നുണ്ട് ബൈബിളിൽ. ഓക്കെ, അന്തോക്യയിൽ വെച്ച് അവർക്ക് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻസ് എന്നുള്ളത് ബൈബിളിലെ പേരാണ്. പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കരുതെന്ന് നീ ലജ്ജിക്കരുത്. സോ യു ഹാവ് എ നെയിം കോൾഡ് ക്രിസ്ത്യൻ. ഓക്കെ, പിന്നെ അത് ആർക്കാ വന്നെന്ന് എഴുതിയിരിക്കുന്നുണ്ട്? ഡിസൈപ്പിൾസിനാണ്, ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് വന്നത്. അപ്പോൾ നമ്മുടെ മറ്റൊരു പേരാണ് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ. ഓക്കെ, ശിഷ്യന്മാർ. മറ്റൊരു സ്ഥലത്ത് ലേഖനങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധന്മാരെന്ന്. വിശുദ്ധന്മാർ നമ്മളാരാണ്? സെയിൻസ് ആണ്. കാത്തലിക്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ സെയിൻസ് അല്ല, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. സെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം സിൻലെസ് എന്നല്ല, സെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് ഫോർ ഗോഡ് എന്നാണ്. ആമേൻ. പാപമില്ലാത്തവനെന്നല്ല, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെന്നാണ്.
നാലാമത്തെ പദം ബൈബിളിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെന്ന്, സഹോദരിമാരെന്നില്ലെന്നല്ല. അതായത് ആ ബന്ധത്തിൽ ബ്രദേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അഞ്ചാമത് നമ്മളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ചേർച്ച് എന്നുള്ളത്. ചേർച്ച് എന്ന് പറയുന്നത് ഇതല്ല, ചർച്ച് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണ്. അതെ, എത്ര അത്ഭുതമല്ലേ! ചേർച്ച്, ഞാൻ എൻ്റെ ചേർച്ച് പണിയുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഐ വിൽ ബിൽഡ് മൈ ചേർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ 3 നില കെട്ടിടം പണിയുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പണിയുമെന്നാണ് കർത്താവ്. എന്നിട്ട് പറഞ്ഞു, അവൻ പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്നാ പറഞ്ഞ്. ആമേൻ എന്ന് പറഞ്ഞ് എത്ര അത്ഭുതാവകമാണ്. ദൈവം പണിയുന്നു. ക്രൈസ്റ്റ് വിൽ ബിൽഡ് എ ചേർച്ച്. കർത്താവ് സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. കർത്താവ് പണിയുന്നത് കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിൽക്കുന്നെങ്കിൽ പ്രൈസല്ലോ. അപ്പോൾ അതിൽ മറ്റൊരു വചനം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഒരു വാക്യമുണ്ടോ? ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം, 1 Peter chapter 3 verse 9 ഒന്ന് വായിച്ചാട്ടെ. ദോഷത്തിന് പകരം ദോഷവും, ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട്. 1 Peter 1 പത്രോസിന്റെ ലേഖനം 3:9, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട്. നിങ്ങൾ ആ പദമൊന്ന് ശ്രദ്ധിക്കണേ. ഒന്ന്, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട്. ഇപ്പം വായിച്ച സങ്കീർത്തനത്തിൽ ആരനുഗ്രഹിക്കുന്ന എത്രയാണ് നമ്മൾ വായിച്ചേ? ദൈവം യഹോവ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗ്രഹത്തെ യഹോവ അനുഗ്രഹിക്കും. അഹ്റോൻ ഗ്രഹത്തെ യഹോവ അനുഗ്രഹിക്കും. യഹോവക്കന്മാരായ ചെറിയവരെയും വലിയവരെയും യഹോവ അനുഗ്രഹിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടോ, പത്രോസ് ആരനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ? നിങ്ങൾ അനുഗ്രഹിക്കും അല്ലേ? നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടുവോ? പറ. പെടു. ദൈവം അനുഗ്രഹിക്കുന്നതാണോ നിങ്ങൾ അനുഗ്രഹിക്കുന്നതാണോ? ആരനുഗ്രഹിക്കുന്നതാണോ അതിനെ? നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട്. നിങ്ങൾ യു ആർ കോൾഡ് ടു ഇൻഹെറിറ്റ് ദ ബ്ലെസ്സിങ്, സോ യു ബ്ലെസ് അതേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത്, കർത്താവേ അച്ഛനെ അനുഗ്രഹിക്കണേ, അമ്മമ്മ അനുഗ്രഹിക്കണേ, ആര്യ അനുഗ്രഹിക്കണേ. തെറ്റൊന്നുമില്ല, കർത്താവ് അനുഗ്രഹിക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നവയോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, ദൈവത്തോട് പറയാറേ ഉള്ളൂ നമ്മൾ. പിന്നെ നമ്മളൊരു ഫോർമാലിറ്റിക്ക് ഗോഡ് ബ്ലെസ്സിങ് എന്ന് പറയും. ശരിക്കും നമ്മൾ അർത്ഥമാക്കുന്നുണ്ടോ? പണ്ട് അമ്മാമ്മ പ്രൈസറോട് എപ്പോഴും പറയും, എന്തോ ആ പ്രൈസറോടിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറയും. എന്നതിനാൽ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് പറയാറുണ്ടെങ്കിൽ ശരിക്കും മീൻ ചെയ്യാറുണ്ടോ? പക്ഷെ പതിവ് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹിക്കുക എന്നുള്ള സ്വഭാവം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം അതേ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. പക്ഷെ നമുക്ക് പെട്ടെന്ന് വരുന്ന അനുഗ്രഹമല്ല, പെട്ടെന്ന് വരുന്ന വല്ലവനെ ശവിക്കാനായിരിക്കും പൊതുവേ. അതുകൊണ്ടാണ് തൊട്ട് മുമ്പിൽ വാണിംഗ് പറഞ്ഞത്, ദോഷത്തിന് പേരെന്ത് ചെയ്യരുത്, ദോഷം ചെയ്യരുത്, ശകാരത്തിന് പേരെന്ത് ചെയ്യരുത്, ശകാരം ചെയ്യരുത്, പകരം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണോ. ഇതിനകത്ത് വലിയ പവർ ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച എപ്പോഴും പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് പറയുവിൻ. അവിടെ ഒരു സമാധാനകാംക്ഷി ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞത് അവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴത്തേക്കും ആമേൻ പറഞ്ഞാൽ കയ്യിലിരിക്കും, ഇല്ലെങ്കിൽ ഹല്ലേലൂയ. ഓക്കെ, അത് സത്യം. വചനമാണെങ്കിൽ വചനം ദൈവത്തിൻ്റെ ശക്തി അതാണ്. അത് ആമേൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഇവിടെ പറഞ്ഞു കേട്ടോളൂ, നിങ്ങൾ അനുഗ്രഹിപ്പീൻ. നിങ്ങളൊന്ന് അനുഗ്രഹം അനുഭവിക്കാൻ
യു ആർ കോൾഡ് ടു ഇൻഹെറിറ്റ് ബ്ലെസ്സിങ്. യു ആർ കോൾഡ് ടു ഇൻഹെറിറ്റ്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി അനുഗ്രഹം എന്നാണെന്ന് പറയാൻ വേണ്ടി പോവാം. ഓക്കെ, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹിക്കും. മറ്റുള്ളവരെ അനുഗ്രഹിക്കും. കാര്യം എന്താ അറിയാം? അനുഗ്രഹം അനുഭവിക്കുന്നവർക്ക് മാത്രമേ മറ്റൊരാളെ അനുഗ്രഹിക്കാൻ പറ്റും. ഈ ശാപം അനുഭവിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരെ, കാര്യം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ എപ്പോഴും ശപിക്കും. പക്ഷേ ഇവിടെ വചനം നമ്മളെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, സഹാരത്തിന് പകരം സഹാരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പറയുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഒരു പദമാണ് അനുഗ്രഹം എന്നുള്ളതിരിക്കെ ഞാൻ ഇനി അതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി പോവാണ്. ബൈബിളിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഉദ്ദേശിച്ചതുപോലെ അല്ലല്ലോ. പൊതുവെ നമുക്കെല്ലാം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ഉള്ളതുള്ള പോലെ അങ്ങ് പറഞ്ഞേക്കാം. എന്തുവാ? മെറ്റീരിയലായിട്ടുള്ള കാര്യം. നല്ല സാലറി ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം, നല്ല വാഹനം ഉണ്ടെങ്കിൽ അത്, നല്ല വീടുണ്ടെങ്കിൽ, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, നല്ല 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 നല്ലതുണ്ടെങ്കിൽ, ഇല്ലേ? അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം അറിഞ്ഞോണം, നമ്മളെക്കാട്ടൊക്കെ ഇഷ്ടം പോലെ നല്ലതുള്ള ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ പറയുന്നത്, നമ്മളാണോ ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കുന്നത്? നമ്മളാണ് ഏറ്റവും നല്ല കാറിൽ യാത്ര ചെയ്യുന്നത്? മെട്രോ യാത്ര ചെയ്യുമ്പോൾ വിചാരിച്ചാൽ മതി. ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങൾ ബ്ലെസ്ഡാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൗതികമായ എന്തിനേക്കാൾ ഉപരി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതെന്നാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ബിബ്ലിക്കൽ ബ്ലെസ്സിങ് നമുക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഞാൻ അനുഗ്രഹത്തിൽ, ഭൗതിക അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കാര്യം നിങ്ങളുടെ ഒരാൾ ജോലി പോയാൽ ഒരു 15 മാസം ജോലി കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞെൻ്റെ അടുത്തിൽ വന്ന് പാസ്റ്റേ പഠിക്കുന്നതെല്ലാം മറന്നു വന്നു കഴിഞ്ഞാൽ ദൈവം നന്നായിരിക്കട്ടെ എന്ന് പറയത്തില്ല. അങ്ങനെ ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ലേ? ഇല്ലേ? അല്ല, നമ്മുടെ ബൈബിളിലെ ഈ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഈ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ മീൻ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിന് കൊടുക്കൂ? ഇല്ലല്ലോ. മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേലിനെ കൊടുക്കൂ? ഇല്ല. പിന്നെ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കൂ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് പറയുന്നത്, ദോഷികളായ നിങ്ങൾ, കർത്താവിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് കണ്ടിരിക്കുക ഞാൻ. അതായത് മക്കൾ അപ്പം ചോദിച്ചു, എന്താ കൊടുക്കത്തുള്ളൂ? അപ്പം കൊടുക്കത്തുള്ളൂ. കല്ല് കൊടുക്കോ? ഇവിടെ ഇരിക്കുന്ന നാല് കൊടുക്കോ? മുട്ട ചോദിച്ചു, തേലിനെ കൊടുക്കോ? ഇല്ല. പിന്നെ ഇതാ, മീൻ ചോദിച്ചു, പാമ്പിനെ കൊടുക്കോ? ഇല്ല. അപ്പം നമ്മളൊക്കെ ആരാ? നല്ലവരല്ലേ? ഇനി അടുത്ത കേട്ടോണേ. എന്നിട്ട് കർത്താവ് പറയാണ്, അവർക്കത് ശരിയായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് പിടികിട്ടത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇന്നലെ പ്രസവിച്ച ഇന്നലെ അടുത്ത് ചോദിച്ച പോലെ, ദോഷികളായ നിങ്ങൾ, അതായത് നിങ്ങൾ ആരാണ്? യു ആർ ഈവിൾ എന്നാണ് കർത്താവ് പറഞ്ഞേ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, ഗോസ്പൽ 2 വേർഡാണ് പറഞ്ഞു. ഒരിടത്ത് ഗുഡ്നെസ് എന്ന്, ഒരിടത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ്, തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി കൊടുക്കും, അല്ലെ? പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മളെക്കാളും സൂപ്പർ 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 ഡീസൻ്റ് ഹീറോ, നല്ല നല്ല ആളാണ് ദൈവം. മനസ്സിലായില്ലേ? അതായത് ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനം കൊടുക്കാൻ ഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. അപ്പോ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനം കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? അല്ല, ഇവിടുത്തെ മാതാപിതാക്കളാ? ഇനി പിള്ളേർ ആരെങ്കിലും കേൾക്കുകയാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇവരെ പത്തിത്തോപ്പിക്കണേ,
അങ്ങനെ ആരും പ്രാർത്ഥിക്കൂ. ഇനി അങ്ങനെ എങ്ങാനും കേട്ടാ പിള്ളേർ ഇത് നിങ്ങൾ എവിടുത്തെ ആ പദവാ പോകുമ്പോൾ പ്രാർത്ഥിക്കും. ഇന്ന് പോകുമ്പോൾ ഇവൻ്റെ കാലെ വണ്ടി കയറണേ പ്രാർത്ഥിക്കൂ? ഇല്ല. കാര്യം എന്നാ? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ മനുഷ്യർ, ഒരൊറ്റ അങ്ങനെ പ്രാർത്ഥിക്കുമോ? ഇല്ല. കാരണം എന്നാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ പുറമെ ഒന്നും പറഞ്ഞില്ലേലും ഉള്ളിലുണ്ട്. 45 പിള്ളേരുണ്ടേലും അനന്യക്ക് 1-ാം ക്ലാസ്, അനന്യക്ക് ക്ലാസ്സിൽ 1-ാം സ്ഥാനം. ആർക്ക്? അല്ലേ? അവിടുത്തെ ബാക്കി 45 അമ്മമാരോട് ചോദിച്ചേ, അവർ ഇത് തന്നെ പറയുന്നുള്ളൂ. കിട്ടുന്ന ഒരാൾക്കായിരിക്കും. കാര്യം എന്നാന്നറിയോ? അവനെത്ര വഴക്കാളിയാണേലും, അവനെത്ര വീട്ടിൽ അമ്മയുടെ തല തിന്നുന്നവനാന്ന് പറഞ്ഞാലും, അമ്മയുടെ ആഗ്രഹം ക്ലാസ്സിൽ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരു മനുഷ്യന് അത്ര ആഗ്രഹമാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് എത്ര വലിയ ആഗ്രഹം അറിയോ? പ്രൈസ് ഗോഡ്. ഇനി അടുത്ത്, നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഇത്രയും ആവശ്യം വന്ന എപ്പോഴാണെന്നറിയോ? ഈ ആദാം പാപം ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സൗകര്യമായിട്ട് തീരേണ്ട വന്ന്. ഏതാ? ജ്ഞാനം വേണ്ടി വരുന്നു, വീട് വേണ്ടി വരുന്നു, ആരോഗ്യം വേണ്ടി വരുന്നു, മരണത്തിൽ നിന്ന് വിടുതൽ വേണ്ടി വരുന്നു. ഇതെല്ലാം എപ്പോഴാണ് വേണ്ടി വന്നെന്നറിയോ? ആദാം ചെയ്തൻ. പക്ഷെ എല്ലാവർക്കും അത്ഭുതാവഹമായ ഒരു വർത്തമാനം പറയാം. ദൈവം ആദാമിന് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമിനെക്കുറിച്ച് ബൈബിളിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ദൈവം അവരെ അനുഗ്രഹിച്ചെന്ന്. എല്ലാവരും എൻ്റെ കൂടെ വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. And God blessed them, and God said to them, Be fruitful and multiply and fill the earth and subdue it, and have dominion over the fish of the sea, and over the birds of the heavens, and over every living thing that moves on earth. നിങ്ങൾ എല്ലാവരും കേട്ടോ? God blessed. അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാം, മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം ഉണ്ടാക്കിയോ? ആകാശം ഭൂമി ഉണ്ടാക്കിയോ? എല്ലാം ഉണ്ടാക്കിയില്ലേ? എല്ലാം ഉണ്ടാക്കി. തോട്ടം ഉണ്ടാക്കി, പക്ഷെ എല്ലാം ഉണ്ടാക്കി. ഇനി ആദാമിനോട് ചോദിക്കുക, നിനക്ക് എന്തേലും വേണമെന്ന് ചോദിച്ചാൽ, ആദാമിന് പറയാൻ പ്രാർത്ഥനാ വിഷയം ഇല്ല. പിന്നെ ഔവയെ കൊടുത്തതുപോലും ചോദിച്ചിട്ടല്ല. ആണോ? പുള്ളി മെമ്മറാണ്ടം എഴുതി കൊടുത്തോ? ഇല്ല. ദൈവം ഇങ്ങനെ എല്ലാത്തെയും പേരായിട്ട് പുള്ളിയുടെ മുമ്പിൽ കൂടെ കയറ്റിവിട്ടു, കൊണ്ടുവിട്ടു. ആദാം എല്ലാത്തിനും പേരിട്ടു. ആദാം എല്ലാത്തിനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദാം എല്ലാത്തിനും പേരിട്ട്. ഇവിടെ 24 പേരുടെ പേര് ഓർക്കാൻ എനിക്ക് പോയ അന്നേരം ഈ ഉറുമ്പിന് ഉറുമ്പെന്നും, ആനയ്ക്ക് ആനെന്നും, എലിക്ക് എലിയെന്നും, എലിക്ക് പുലിയെന്ന് പേരിട്ടിരുന്ന എന്ത് പറ്റിയെന്ന് ഇല്ലേ? എന്തു നോക്കിയാൽ ഇങ്ങനെ എല്ലാത്തെയും കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെ എല്ലാം കൂടെ പോയപ്പോൾ ദൈവം വിചാരിച്ചു എല്ലാത്തിനും എണ്ണയുണ്ട്, ആദാമിന് മാത്രം എണ്ണയില്ല. അത് ആദാം തോന്നി ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നല്ല. ഞാൻ ഓർത്തിട്ടുണ്ട്, ആദാമിന് ഒറ്റ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം ഇടകൊടുത്തില്ല. കർത്താവ് ഞങ്ങളുടെ കാര്യം വന്നിരുന്നെങ്കിൽ. എന്തുവാ? പുള്ളി പറഞ്ഞില്ല എനിക്ക് നിൽക്കാൻ സ്ഥലം വേണോ? പുള്ളി പറഞ്ഞില്ല എനിക്ക് കിടക്കാൻ സ്ഥലം വേണോ? പുള്ളി പറഞ്ഞില്ല എനിക്ക് തിന്നാൻ ആഹാരം വേണം? പുള്ളി പറഞ്ഞില്ല ഒന്നും. ഇതെല്ലാം ദൈവം അങ്ങോട്ട് പറയാം. ഭാര്യയെ കൊടുത്തു, സന്താനപുത്രരായി പെരുകാൻ പറഞ്ഞു, ദൈവം ഉണ്ടാക്കി ഭൂമിയെല്ലാം വാഴാൻ പറഞ്ഞു. എത്ര സൂപ്പറല്ലേ? ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഇല്ലാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയോ പ്രാർത്ഥിക്കാതെ ഇരിക്കാമല്ലോ എന്ന്. പക്ഷെ നിങ്ങളെല്ലാവരും ഓർത്തോണം, പ്രാർത്ഥനാ വിഷയങ്ങളെന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്രയും കുറഞ്ഞിരിക്കുമോ അത്രയും ദൈവത്തോടുള്ള കൂട്ടായ്മ വലുതായിരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പം പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? മനസ്സിലായില്ലേ? നമ്മൾ മിക്കവാറും പൊതുവേ പറഞ്ഞാണ് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് ആവേശം വരുന്നത് നമ്മുടെ വിഷയങ്ങൾ സ്ട്രോങ് ആകുമ്പോഴാണ്.
അല്ലേ? പക്ഷേ ആദാം എല്ലാ ദിവസവും ദൈവത്തോട് കൂട്ടായ്മ കൂടിയത് ഒരു വിഷയം ഇല്ലാതിരുന്നപ്പോഴാണ്. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇതാണ് ഈ വീഴ്ചയ്ക്ക് പറ്റിയ വലിയ കുഴപ്പം. നമുക്കൊക്കെ പ്രാർത്ഥനയുടെ ഡെൻസിറ്റി കൂടുന്നത് വിഷയങ്ങൾ എത്ര സ്ട്രോങ് ആയിരിക്കുമ്പോഴാണ്. ഞാൻ ഇന്ന് പകൽ വിളിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാൽ നിങ്ങൾ ആമേൻ പറയുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, കർത്താവ് എൻ്റെ വിഷയങ്ങൾ കുറഞ്ഞിരിക്കട്ടെ, കർത്താവുമായുള്ള എൻ്റെ കൂട്ടായ്മ വർദ്ധിച്ചിരിക്കട്ടെ. അതായത് നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പമല്ല കർത്താവുമായുള്ള കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ ഈ വചന വെളിപ്പാട് ഇവിടെ പറയുമ്പോൾ ആമേൻ, സ്തോത്രം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തോട് കൂട്ടായ്മയ്ക്ക് ആരും നിൽക്കണ്ട. ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു, വിഷയങ്ങൾ കുറഞ്ഞിരിക്കട്ടെ, കർത്താവുമായുള്ള ഊഷ്മളമായ ബന്ധം വർദ്ധിച്ചിരിക്കട്ടെ. അല്ല, വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങളാരും ഈ പ്രസംഗത്തെ എന്നെ പറയുന്ന വാക്കിനെ നിങ്ങൾ അടർത്തിയെടുത്താലും ചിന്തിക്കരുത്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം വരുമ്പം കാത്തിരിക്കുന്നത് പുള്ളിക്ക് ഏതാണ്ട് വലിയ വിഷയമുള്ളതുകൊണ്ടല്ല. പുള്ളിയുടെ ഏറ്റവും വലിയ വിഷയം തന്നോട് അടുത്തിരുന്ന ദൈവസാന്നിധ്യമായി. ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു. ഇനി നിങ്ങൾ പറ, ഈ പുള്ളിക്ക് ഇനി എന്നാ വേണ്ടേ? അല്ല, അനുഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊടുത്തേ. നമ്മളെല്ലാം അനുഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ട് കിട്ടുന്ന കാര്യമല്ലേ നമ്മൾ വിചാരിക്കുന്നേ, അല്ലേ? അത് ഇനി ആദാമിനെ അനുഗ്രഹിച്ചു എന്നുള്ള ഈ വാക്യത്തിൽ നിങ്ങൾ പറ, ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചു, പാപം പോലും അവർ ചെയ്തിട്ടില്ല, ഭാര്യയെ കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് അവിടെ വചനം പറയുന്നത് ദൈവവരെ 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 ഈ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഈ അനുഗ്രഹം? ഇതുകൊണ്ടാണ് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞത്, അനുഗ്രഹം ഇറ്റ്സ് നോട്ട് പാസീവ്, ഇറ്റ്സ് ആക്റ്റീവ്. അനുഗ്രഹം സജീവമാണ്, അത് നിഷ്ക്രിയമല്ലെന്ന് പറയാൻ കാര്യം ഇവിടെയാണ്. എന്നറിയോ? ദൈവം വരെ അനുഗ്രഹിച്ചു. നമ്മളെല്ലാം സ്തോത്രം പറയും, നല്ല കാര്യമാണ് സ്തോത്രം. ഇതിൻ്റെ മേലിലും താഴെയും 2 വാക്യങ്ങളുടെ നടുവിലാണ് ഈ പദം എഴുതിയിട്ടുള്ളത്. ഏത് പദം? ദൈവം വരെ എൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായവരെ ആണല്ലോ. മനുഷ്യനെങ്ങനെ സൃഷ്ടിച്ചേ? അല്ല, അതിനു മുമ്പ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. മക്കൾ ഇംഗ്ലീഷിൽ വായിക്കുന്നവർ നോക്കിയിരുന്നോളേ. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ image of God and created him, male and female, and he created his own image, the image of God. എല്ലാവരും പദം കേട്ടോ? എന്തുവാ? ദൈവത്തിൻ്റെ 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 ഇമേജ്, ദൈവത്തിൻ്റെ ഇമേജ് സൃഷ്ടിച്ച്, ഇമേജ് ഓഫ് ഗോഡ്. എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം വരെ അണി. എന്നിട്ട് അടുത്തത് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ റൈറ്റ്. നിങ്ങളെല്ലാവരും ഇനിയും കേട്ടോണം. ഇനി ബൈബിളിൻ്റെ മൊത്തം ഭാഷയിൽ, മൊത്തം അർത്ഥത്തിൽ ഞാനിതിൻ്റെ അർത്ഥം പറയാൻ പോവാണ്. പഴയ നിയമത്തിൽ ബൈബിളിൽ അനുഗ്രഹ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അധികാരത്തിൻ്റെ കൈമാറ്റം മകനിലേക്ക് നൽകുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് അപ്പനെ പ്രതിനിധീകരിക്കാൻ മകനെ ചുമതലപ്പെടുത്തുന്ന അധികാര കൈമാറ്റമാണ് അനുഗ്രഹം. അത് വിസിബിളായിട്ട് അല്ല, അധികാരത്തിൻ്റെ കൈമാറ്റം. ഞാൻ തെളിയിക്കാം. ഈ നിങ്ങൾ ബൈബിൾ പിന്നീട് പഴയ നിയമം എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രഹാം ഇസാക്കിനെ അനുഗ്രഹിച്ചു. പിന്നെ ഇതെല്ലാം പൊക്കോട്ടെ, ഒറ്റ ഉദാഹരണം പറയാം. ഈ മരിക്കാറാകുമ്പോൾ പഴയ നിയമത്തിലെ പിതാക്കന്മാരൊക്കെ അവരുടെ പിള്ളാരെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഓരോരുത്തരെ, യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടില്ല, ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹം പറഞ്ഞെന്ന്. അത് പറഞ്ഞതായിരുന്നു. ഓക്കെ, അതിനകത്ത് അതിന് മുമ്പ് ഈ യാക്കോബിൻ്റെ ഒരു സ്റ്റോറി പിന്നീട് പറയാം. ഈ ഏശാവിന് കണ്ണ് കാണാതായപ്പോൾ വയസ്സായപ്പോൾ പുള്ളിക്കാരനൊരാഗ്രഹം,
ഇസാക്ക് ഒരാഗ്രഹം വേട്ടയിറച്ചി കാട്ടിറച്ചി നിന്നിട്ട് ആരെ അനുഗ്രഹിക്കണം? ഏശാവിനെ അനുഗ്രഹിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇസാക്കിൻ്റെ ഭാര്യയായ റെബേക്ക കിട്ടും. ഈ റെബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോടാണ്. അപ്പനിഷ്ടം ഇനി അപ്പൻ്റെ ഇഷ്ടം എന്ന് മാത്രമല്ല, അപ്പൻ്റെ റൈറ്റ് അതായിരുന്നു. ആർക്ക് കൊടുക്കണമെന്നറിയോ? ഏശാവിന് കൊടുക്കും. കാര്യം ഏശാവ് ജ്യേഷ്ഠ, ഹി വാസ് ദ എൽഡർ വൺ. കൊടുക്കണമെന്ന് എല്ലാവർക്കും. റൈറ്റ് ആർക്കാണെന്നറിയോ? മൂത്തയാൾക്ക്. കിട്ടിയത് ആർക്കാണെന്നറിയോ? എല്ലാവരും ഇവിടെ ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ. അപ്പോൾ മൂത്ത ഏട്ടൻ പോയി. അവന് ഈ പണി അറിയാമവനായിരുന്നു. കാട്ടിപ്പോയി കറച്ചൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഏട്ടയ്ക്ക് ഈ അമ്മ ഒരു പരിപാടി ഏൽപ്പിച്ചു. എന്തെന്നറിയോ? ഈ ആടിനെ കൊന്ന് അതിൻ്റെ ഉടുപ്പിച്ചിട്ട് അങ്ങനെ പുള്ളി പറയുന്നതിന് പുള്ളിക്കൊരു പേടിയുണ്ട്. പുള്ളി പറയുന്നുണ്ട്, അനുഗ്രഹം വായിക്കാനാണ് പോകുന്നത്. ഇനി അപ്പനെങ്ങാനും ഇത് അറിഞ്ഞിട്ട് എന്നെ ശപിച്ച പോക്കാന്ന് പുള്ളിക്കറിയാം. കാര്യം എന്താണെന്നറിയോ? അനുഗ്രഹം നടക്കുമെങ്കിൽ ശാപവും. പുള്ളിക്കാരത്തേക്ക് എന്തോ കോൺഫിഡൻസ് ആണെന്നറിയോ? ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ ഒരു അപ്പോൾ ഇങ്ങനെ പോയി അനുഗ്രഹം വായിച്ചു. അത് കൈ കിട്ടിയതാണോ? വാങ്ങിച്ചുകൊണ്ട് പോകാൻ പാത്രത്തിലാണോ കൊണ്ടുപോയത്? അല്ലല്ലോ. അല്ല, പുള്ളി അങ്ങ് പറയാനോ, യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. ഇനി സത്യത്തിൽ ഇത് കൺക്ലൂഷനിൽ പറയേണ്ടതാണ്. ഇനി അന്നേരം മറന്നുപോയാൽ അതിന് മുമ്പിലായിട്ട് പറയും. ഈ സത്യത്തിൽ റൈറ്റ് വെച്ച്, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, അതിൻ്റെ റൈറ്റ് ആർക്കേ അനുഗ്രഹം കിട്ടത്തുള്ളൂ? ഏശാവിനെ കിട്ടത്തുള്ളൂ. ഈ രണ്ടാമത്തവൻ അനുഗ്രഹിക്കപ്പെടാൻ ഉള്ളവനല്ല എന്ന് പറഞ്ഞാൽ, എന്തെങ്കിൽ ഈ അപ്പൻ്റെ അനുഗ്രഹം കിട്ടാനുള്ളവൻ അല്ല. പക്ഷേ അമ്മ ഒരു പണി ചെയ്തത് കൊണ്ട് എന്ത് കിട്ടിയെന്നറിയോ? അന്നേരം പുള്ളി വന്നിട്ട് വരുമ്പോഴത്തേക്ക് ഈ അപ്പൻ പിടിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ ശരീരം ഏശാവിനെ പോലെയും നിൻ്റെ ശബ്ദം, അയ്യോ കണ്ണെങ്ങാനും കാണാമായിരുന്നെങ്കിൽ ഇപ്പം പോത്തില്ലായിരുന്നു ഉറപ്പ്. കാര്യം എന്നാണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിക്കും. കള്ളത്തരം കാണിക്കുമ്പോൾ ഭയങ്കര പരിഭവവും പേടിയായിരിക്കും. പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ അതല്ല ഞാൻ ഇവനെ പിടിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ പുതിയ നിയമത്തിൻ്റെ ഒരു വെളിപ്പാടാണ് ഓർമ്മയിലോട്ട് വന്നത്. എന്നാന്നറിയോ? സത്യത്തിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടേണ്ടവനല്ല. ആരൊക്കെ റൈറ്റ് പോകേണ്ടത്? ഏശാവിന്. പക്ഷെ ആരനുഗ്രഹിക്കപ്പെട്ടെ? ചുരുക്കുന്ന ഒറ്റ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യരായിരുന്നില്ല. തട്ടിക്കളയേണ്ടതായിരുന്നു. പക്ഷേ പൊതിഞ്ഞോണ്ട് ചെല്ലുക. കളിപ്പിച്ചല്ല, പൊതിഞ്ഞോണ്ട് ചെല്ലുക. എന്തോ പൊതിഞ്ഞോണ്ട്? കുഞ്ഞാടിൻ്റെ. അന്നേരം അപ്പം പറയും. ഇത് കണ്ണ് കാണാൻ മേലാത്ത അപ്പനല്ല, കണ്ണ് ശരിക്കും കാണാവുന്ന അപ്പം പറയും. എന്ന് പറയുന്നറിയോ? ഏടാ നിന്റെ ശബ്ദം അല്ലല്ലോ, പക്ഷെ നിന്റെ. ഇവിടെ എല്ലാവരും എപ്പോഴും ഓർക്കണം, അപ്പൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അപ്പൻ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയും, നീ ആരല്ല അല്ല, പക്ഷേ നിന്നെ ഞാൻ പൊട്ടു നോക്കുമ്പോൾ എനിക്കറിയാം നീ ആരാന്ന്. ഇന്ന് മകൻ എല്ലാവരും ഓർത്തോളണം. ഇത് അനുഗ്രഹത്തിൻ്റെ അവസാനം പറയുന്നവർ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് എന്താ പറയും? നീ യോഗ്യനല്ലെന്ന് പറയുക. കാര്യം നമ്മുടെ ശബ്ദവും നമ്മുടെ ജീവിതവും എല്ലാം അപ്പന് നന്നായിട്ട് അറിയാതുകൊണ്ട്. പക്ഷെ അപ്പൻ തപ്പി നോക്കുമ്പോൾ ആ കവർ ചെയ്യപ്പെട്ടതുണ്ടല്ലോ, അവൻ്റെ ശരീരം ആരെപ്പോലെ ഇരിക്കുന്നറിയോ? ഏശാവിനെ പോലെ ആയിരിക്കുമേ. ഇന്ന് കൂടി ഇരിക്കുന്ന എല്ലാവരും എന്നും ദൈവത്തിന് സ്വോട്ടം പറയുന്ന കാര്യം, ഞാൻ ഉള്ള പോലെ ചെയ്താൽ അക്സെപ്റ്റൻസ് എനിക്കില്ല, പക്ഷെ പൊതിഞ്ഞു വന്നിരിക്കുന്നത് പോലെ എൻ്റെ ശബ്ദം യാക്കോബിനെ പോലെ തന്നെ, എൻ്റെ ശബ്ദം യാക്കോബിനെ പോലെ തന്നെ, പക്ഷെ എന്നെ കവർ ചെയ്തിരിക്കുന്നത് ഏശാവിൻ്റെ ബോഡിയാണ്. ഞാൻ അതിൻ്റെ സ്പിരിച്വൽ മീനിങ് പുതിയ നിയമത്തിൽ നിന്ന് പറയാം. നമ്മളൊക്കെ കവർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കിട്ടിയതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞേക്കാം. അപ്പോൾ ഈ സത്യത്തിൽ ആ മകൻ വാങ്ങിച്ചു, അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഊട്ടി. സാധാരണ അനുഗ്രഹം കിട്ടിയാൽ നിൽക്കുകയല്ലേ വേണ്ടേ?
അനുഗ്രഹം കിട്ടി അന്ന് രാത്രി വീട്ടിൽ കിടക്കാൻ യോഗം ഇല്ലെങ്കിലോ അതെന്തൊരു അനുഗ്രഹമല്ലേ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സംഭവം മൊത്തം തരികിടയായിരുന്നു. പരിപാടി മൊത്തം പോയി. പുള്ളി ഒറ്റ ഓട്ടം ഓടി. ഓടാൻ വഴി അമ്മ പറഞ്ഞു കൊടുത്തു. പോയാൽ മതി, എൻ്റെ ആങ്ങളെ അവിടെ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് ചെന്ന് കാര്യങ്ങളൊക്കെ. നിങ്ങളെല്ലാം അതൊരു കാര്യമാണ് കാണേ. പഴയ നിയമത്തിൽ പലരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ദൈവം അംഗീകരിച്ചതല്ല, പക്ഷെ പലപ്പോഴും ദൈവം അനുവദിച്ചതാണ്. ഒന്നുകൂടെ പറയാ, ദൈവം അംഗീകരിച്ചതല്ല. അതായത് ഇങ്ങനെ, പക്ഷെ ഓൾറെഡി ഇവർക്കൊരു ദൈവം പറഞ്ഞു നിന്റെ വയറ്റിൽ കിടക്കുമ്പോഴേ ദൈവശബ്ദം ഉണ്ടായി ഇല്ലേ. മൂത്തവൻ ഇളയവനെ സേവിക്കും. ഓക്കെ, കഥ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാം. പോയി എല്ലാം യുനോ പിന്നത്തെ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. പുള്ളിക്കാരൻ അവിടെ പോയി കല്യാണം കഴിച്ചു. 1 അല്ല 2 4 ഒന്നുമില്ലാത്തവനുമായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ പുള്ളി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, ഞാനൊരു വടിയോടുകൂടെയാണ് പോയത്. ഇപ്പം 2 കൂട്ടമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഒത്തിരി കഥയുടെ ഇടയ്ക്ക് പേരിട്ട് പറയാം. അപ്പം പുള്ളി തിരിച്ച് വീണ്ടും വീട്ടോട്ട് വരിക. കാര്യം അവിടെ അമ്മായി ഇപ്പം ഭയങ്കര പോരാ. അപ്പോൾ പുള്ളി വിചാരിച്ചെന്നാൽ തിരിച്ച് അവിടെ ചെന്ന ചേട്ടൻ അതിലും വലിയ പോരാ. ഇതിൻ്റെ നടുവിൽ കിടക്കുമ്പോൾ പുള്ളി ഈ യാബൂക്കിൻ്റെ തീരത്ത് തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തിയയച്ച് പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി. ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് പുള്ളി രാത്രി മുഴുവൻ മല്ല് പിടിച്ചു. ഞാൻ ബൈബിളിലെ പല കാര്യവും എഴുതിയിരിക്കുന്നതുകൊണ്ട് അതുപോലെ വായിക്കുക. ദൂതനുമായിട്ട് മല്ല് പിടിക്കുക. അത് ആലോചിച്ച് വയ്ക്കുക. അതെങ്ങനെയാണെന്ന് ഹോശേയ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട് 12:4. കരയായിരുന്നു സത്യത്തിൽ കേട്ടോ. ഇവിടെ മല്ല് പിടിക്കുക എഴുതിയിരിക്കുന്നെങ്കിലും കരഞ്ഞു കൂവായിരുന്നു. ഈ പുള്ളി രാവിലെ ആയപ്പോഴത്തേക്കും ദൂതൻ പറയും, എന്നെ വിട്, ഞാൻ പോട്ടെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇനി പുള്ളിക്ക് നോക്കിയ ഭാര്യമാരുടെ കുറവുണ്ടോ? ഭാര്യയുടെ കുറവുണ്ടോയെന്നാണ് ചോദിക്കേണ്ടത്. അല്ല, ഭാര്യമാർ 2 2 4. അതറിയത്തില്ലേ? പിള്ളേർ എത്ര ഉണ്ടെന്നറിയോ? 12 3. ആടുമാടുകൾ എത്ര ഉണ്ടെന്നറിയോ? അമ്മായിപ്പന് പോലും അസൂയ തോന്നുന്നതിനാണ്. ഇനി നമ്മൾ നമ്മുടെ ദൃഷ്ടിയിൽ പുള്ളിക്ക് ഇനി എന്നാ വേണ്ടേ? ഇനി പണ്ടാണ്ട് പറഞ്ഞ പോലെ നല്ലൊരു ശവോടെ കിട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. പുള്ളി ദൂതനെ കണ്ടപ്പോൾ പറയാണ്, നീ എന്നെ എന്തോ അനുഗ്രഹമാണ് യാക്കോബേ നിനക്ക് വേണമെന്ന് ചോദിച്ചാൽ പുള്ളി പറയും, അന്ന് അപ്പൻ്റെ കൈ എൻ്റെ തലവേ വീണപ്പം ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് ഈ ജ്യേഷ്ഠത്വത്തിൻ്റെ കൈമാറ്റമാണ്. പക്ഷേ അന്ന് തൊട്ട് ഞാൻ ഓടാൻ തുടങ്ങിയത് വീട് ഇരിക്കുന്ന നാടും ഇല്ല, എന്നാൽ അമ്മായിപ്പൻ്റെ വീടും ഇല്ലേ. ഇനി എനിക്ക് വേണ്ടത് എന്നെ ഈ ലോകത്തിൽ ജനിച്ച അപ്പനെ പ്രതികരിക്കാനുള്ള അവകാശമല്ല, സ്വർഗത്തിലെ ദൈവത്തെ പ്രതികരിക്കാനുള്ള അവകാശത്തിൻ്റെ കൈമാറ്റം ചോദിച്ചതുകൊണ്ട് ദൈവം എന്താ ചെയ്യുന്നറിയോ, നിൻ്റെ പേര് ഇനിമേൽ യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകുമെന്ന് ഇന്നും ലോകത്തിൽ, ഇന്നും നിങ്ങൾ ന്യൂസ് വായിച്ചാൽ എല്ലാ ദിവസവും കേൾക്കാം ഇസ്രായേലിനെ കുറിച്ച്. ഇന്നും ലോകത്തിൽ 63 അറബ് രാജ്യങ്ങളുടെ നടുവിൽ അതിന്നും തലയുയർത്തി നിൽക്കാൻ കാര്യമോ എന്നാന്നറിയോ, അവനെ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അടുത്ത ഉലകത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്ന സകല ഭാവികാല സംഭവങ്ങളുടെയും ആണിക്കല്ലെന്ന് പറഞ്ഞ യഹൂദനാകാൻ കാര്യം എന്നതയോ, അത് കേവല യഹൂദനായതുകൊണ്ടല്ല, അതിൻ്റെ പിന്നിൽ പ്രതികരിക്കുവാൻ അധികാരം കൊടുത്തൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരും കേട്ടോണേ. അപ്പം എനിക്കതാണ്. അപ്പോൾ അപ്പനെ പ്രതിനിധീകരിക്കാനുള്ള മകന് കൊയ്മാറുന്ന അധികാരമാണത്. പക്ഷേ ഇനി ഞാൻ ഓടിച്ചങ്ങ് പോയി നമുക്ക് അവസാനം പറഞ്ഞു നിർത്താം, സമയമാകുന്നല്ലോ. ഇങ്ങനെയാണത്. ആദാമിനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, ഇമേജ് ഓഫ് സൃഷ്ടിച്ചു. ആദാമിന് പിള്ളേരും മക്കളുണ്ടായി, ഭൂമിയെല്ലാം നിറയാൻ പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് ഗോഡ് ബ്ലെസ്ഡ്. അതിനർത്ഥം ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലായിടത്തും നീ എൻ്റെ പ്രതിനിധിയായി, റെപ്രസെൻറ്റേറ്റീവായി നിൽക്കാൻ ഞാൻ നിനക്ക് അധികാരം തരിക. പക്ഷേ 3-ാം അധ്യായം നിങ്ങൾക്കറിയാമോ, അന്നും ഇന്നും പിശാചിനെ പേടിക്കരുതെന്ന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം പറയാം. അന്നും ഇന്നും ദൈവം പിശാചിന് അധികാരം കൊടുത്തിട്ടില്ല. അറിയാം,
കൊടുത്തിട്ടുണ്ടോ? ഭൂമി മുഴുവൻ വാഴാൻ പറഞ്ഞു. പിന്നെ നീ പെരുകി വർദ്ധിച്ച് നീ ശക്തി വലുതായിരിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഒന്ന് യോഹന്നാനിലൊരു വാക്യമുണ്ട്, ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതെന്ന്. അതെങ്ങനെ അധീനേ വന്നെന്ന് ചോദിക്കണം. അധികാരം കിട്ടിയവൻ അവന് കൈ കൊടുത്തിട്ട് കീഴോട്ടിരുന്നു. ആര്? അധികാരം ദൈവം ആർക്കാ കൊടുത്തേ? ആദാമിന്. ആദാം എന്ത് ചെയ്യുന്നറിയോ? ആദാമായി പുള്ളിക്ക് കൊടുത്തത്, ദൈവമല്ല കൊടുത്തേ. എല്ലാവരും ഉണ്ട് ഇവിടെ? എല്ലാവരും ഉണ്ട് ഇവിടെ? അതുകൊണ്ടാണ് അധികാരം തിരിച്ചു പിടിച്ച് കർത്താവ് ആദാമിൻ്റെ ക്രിസ്തുവിൽ ജനിച്ച മക്കൾക്ക് കൊടുത്തു. പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവൻ അന്ന് അടിച്ചുകൊണ്ട് പോയത് നീ അവന് കീഴടങ്ങി കൊടുത്തത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം യേശു കർത്താവ് തൻ്റെ മക്കൾക്കാ കൊടുത്തേ, സഭയ്ക്കാ കൊടുത്തേ. അങ്ങോട്ട് പറയാൻ സഭ അമ്മ തോറ്റു. പുള്ളിക്കാരൻ അധികാരമൊക്കെ പോയി റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ റെപ്രസെൻ്റ് ചെയ്തില്ല. കാലങ്ങളിങ്ങനെ പോവുക, കാലങ്ങളിങ്ങനെ പോയി. അധികാരം ദൈവം പലരെയും ഇങ്ങനെ അനുഗ്രഹിച്ചു എന്നൊരു വാക്യം കാണാം. നിങ്ങൾക്കറിയാമോ, ഈ ന്യായവിധിക്ക് ശേഷം അല്ലെങ്കിൽ ജലപ്രളയത്തിന് ശേഷം, ഫ്ലഡിന് ശേഷം 9-ാം അധ്യായത്തിൽ ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്നൊരു വാക്യമുണ്ട്. ഗോഡ് ബ്ലെസ് നോവ. ഞാൻ വീണ്ടും ഓർത്തു, എന്തുകൊണ്ടാണെന്നറിയോ, ഇനി വേറെ ആരും ഭൂമിയിലില്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറയിൽ നീ എൻ്റെ എന്തായിരിക്കണം? പ്രതിനിധിയായിരിക്കണം. പക്ഷെ പുള്ളി ഇച്ചിരി കഴിയുമ്പം പുള്ളിയും തോറ്റോ ഇല്ലയോ? ഇല്ലേ? എന്നും ഇങ്ങനെ വെള്ളം കുടിക്കുന്ന അല്പം വീഞ്ഞ് കൂടെ സേവിക്കോളാനും പൗലോസ് പറഞ്ഞ പോലെ പുള്ളി ഒരു തോട്ടം നനച്ചുണ്ടാക്കി, തോട്ടത്തിലെ വീഞ്ഞ്. കാലം കുറെ കൂടെ കഴിഞ്ഞു. ഊരെന്ന പട്ടണത്തിൽ നിന്നും, കൽദയരുടെ ദേശമായി ഊരിൽ നിന്നും ദൈവം ഒരാളെ വീണ്ടും വിളിച്ചു. പേരബ്രഹാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഓരോരുത്തരെ വിളിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കും, ഈ ദൈവത്തിന് മുന്നേ അറിയത്തില്ലായിരുന്നു ആദാം പാപം ചെയ്യുന്നത്? ദൈവത്തിന് മുമ്പേ അറിയത്തില്ലായിരുന്നോ നോവ ഈ വെള്ളം വീഞ്ഞ് കുടിച്ച് മത്തനാകുമെന്ന്? ഈ മുന്നേ അറിയാമായിരുന്നോ അബ്രഹാം ഈ ജീവിതത്തിൽ തെറ്റുപറ്റുമെന്ന്? പക്ഷേ ഇവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം ദൈവത്തോട്. ഇതൊക്കെ അറിയാവുന്ന ദൈവമേ, അങ്ങ് എന്തിനാ ഈ മനുഷ്യരെല്ലാം പിടിച്ച് ഇങ്ങനെ അനുഗ്രഹിക്കാൻ പോകുന്നത്? ഇവരെല്ലാം ഉഴപ്പിയില്ലേ? ഇവരെല്ലാം മേനില്ലേ? അബ്രഹാമിനെ വിളിച്ച കൂട്ടത്തിൽ ഒരു കാര്യം ചേർത്ത് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് വലുത്. എന്നിട്ട് ഒരു കാര്യം പറയുന്നതറിയോ? നിന്നാൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും. അതടുത്ത 120 വർഷത്തിൽ നടന്ന കാര്യമല്ല. നിന്നാൽ ഞാൻ സകല ജഡത്തെയും സകല ജനത്തെ അനുഗ്രഹിക്കുന്നു. എന്നറിയോ? അബ്രഹാമിൽ ദൈവം കണ്ട ഒരു വലിയ ഭാവിയുണ്ട്. അത് മറ്റാരുടെയും ഭാവിയല്ല, തൻ്റെ പുത്രൻ്റെ ഭാവിയാ. ആ പുത്രൻ്റെ ഭാവിയോട് ദൈവം കണ്ടത് എന്നെ നിങ്ങളെയാ. എന്നിട്ട് പറഞ്ഞു, നിന്നാൽ ഞാൻ സകല ജാതിയിലെ through you I will bless all the nations. പക്ഷെ അബ്രഹാം പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു. പിന്നീട് ദൈവം തൻ്റെ മക്കളെ ഇസ്രായേലിനെ വിളിച്ചു, ഇസ്രായേലിനെ അനുഗ്രഹിച്ചു എന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പരാജയപ്പെട്ടു. കാര്യം എന്താണെന്നറിയോ? ഈ മേളിൽ നിന്ന് ഇങ്ങനെ അനുഗ്രഹം കൊടുത്തപ്പോൾ മനസ്സിലായത്, ഈ പുതിയ നിയമത്തിലെ ധൂർത്തപുത്രൻ്റെ കഥ അറിയത്തില്ലേ? ധൂർത്തപുത്രൻ പറഞ്ഞു, എനിക്കുള്ളതെല്ലാം ഇങ്ങോട്ട് തന്നെ, എല്ലാം കൊടുത്ത് പുള്ളി പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? അതെല്ലാം വേസ്റ്റാക്കിക്കാം, നഷ്ടമാക്കിക്കാം. ദൈവം ഇങ്ങനെ ഓരോരുത്തരെ അനുഗ്രഹിച്ചു. എന്താണെന്നറിയോ? തൻ്റെ പ്രതിനിധികളായി ഈ ലോകത്തിൽ അപ്പനെ പ്രതികരിക്കുന്ന മക്കളായി നിൽക്കാനുള്ള അധികാരം കൊടുത്തു. പക്ഷെ അവരെല്ലാം ഫെയിലായി പോയപ്പോൾ ഒരിക്കൽ യോർദാനിൽ ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. നിങ്ങളെ ഒറ്റ അത്ഭുതം ചെയ്തിട്ടില്ല, ഒറ്റ പ്രസംഗം നടത്തിയിട്ടില്ലേ? യേശുവിനെ നോക്കി സ്വന്തത്തിലെ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആണോ? രണ്ടാമത് വചനം പറയുന്നു, നിങ്ങൾ യഹോവയാൽ
അനുഗ്രഹിക്കപ്പെട്ടവർ. പക്ഷേ ഇന്ന് പകൽ എല്ലാവരും അറിയണം, പഴയ നിയമത്തിലെ ഓരോരുത്തരെ വിളിച്ച് ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കും. ഇതുങ്ങളെല്ലാം പിന്നത്തേതിൽ പരാജയപ്പെട്ടപ്പോൾ സ്വർഗത്തിന് ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇവരെ ഒറ്റയ്ക്കല്ല ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത്, കൂട്ടുത്തരവാദിത്വത്തിലാണ്. കച്ചവടത്തിന് നിങ്ങൾ ഒരാളെ പാർട്ട്ണറാക്കുന്നെങ്കിൽ കച്ചവടം അറിയാവുന്നവരെ പാർട്ട്ണറാക്കണം. ഡ്രൈവിംഗ് പഠിക്കാൻ ഒരാളെ കൂടെ ഇരുത്തെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്നയാളെ കൂടെ ഇരുത്തണം. നിങ്ങൾക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരാൾ വന്നാൽ നിങ്ങൾ അങ്ങേരെ പഠിപ്പിക്കേണ്ട ഗതി വന്നാൽ എന്തിരിക്കും? ഇതിനപ്പോൾ അറിയാവുന്നയാളെ കൊണ്ട് ട്യൂഷൻ പഠിപ്പിക്കാവൂ. അതുകൊണ്ട് ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇനിയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന നിങ്ങളെ ഒറ്റയ്ക്കല്ല, അനുഗ്രഹിച്ചവനുമായിട്ട് നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് തരാൻ തോന്നും. എല്ലാവരും ഉണ്ടോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്കറിയോ, നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ബ്ലെസ്സിങ് തന്ന കൊലാമറിച്ചിലിൻ്റെ അങ്ങേയറ്റായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നായെന്നറിയോ, ദൈവം എന്നായെന്ന് ഞാൻ പറഞ്ഞിട്ടങ്ങ് നിർത്തിയേക്കാൻ. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയതാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. ഇംഗ്ലീഷ് വായിച്ചോളാം. Praise be to God Praise be to God and Father and Father of our Lord Jesus Christ, who has blessed us who has blessed us. Who blessed us? God the Father blessed us in the heavenly realm in the heavenly realms with every spiritual blessing with every spiritual blessing in Christ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് പറയാൻ കാരണം നിങ്ങളല്ല, നിങ്ങൾ കൂട്ടുത്തരവാദിയാണ്. അതായത് ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടോ? ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, ഈ ജോയിൻ്റ് അക്കൗണ്ട്. ഈ പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ ഈ മൈനറായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന അമ്മയും മോളുമായിട്ട്, അല്ലെ അപ്പനും മോനും ഒക്കെ ആയിട്ട് എടുക്കുക. മേജറായി കഴിയുമ്പോൾ പിന്നെ സിംഗിൾ അക്കൗണ്ട് എടുക്കുക. പക്ഷേ ഇവിടെ ഇതൊരു ജോയിൻ്റ് അക്കൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ഒപ്പിട്ട് നിങ്ങൾക്ക് തന്നെ ചിലവഴിക്കാൻ പറ്റത്. ഇതിൻ്റെ അകത്ത് ഒരാളുള്ള ഒപ്പിടണം. ആരെങ്കിലും ഒറ്റയ്ക്ക് ഒപ്പിട്ട് ജോയിൻ്റ് അക്കൗണ്ടിൽ പൈസ എടുക്കാം? നിങ്ങൾ ആ പുള്ളി അവിടെ പോയി മാനേജരെ കൺവിൻസ് ചെയ്യുക, അവിടുത്തെ ക്യാഷിനെ കൺവിൻസ് ചെയ്യാൻ നടക്കൂ? അച്ചായനില്ല, അച്ചായൻ വിദേശത്ത് പോയിരിക്കും, അതുകൊണ്ട് ഞാൻ 2 ഒപ്പിടാം, നടക്കൂ? ഇല്ല. കാര്യം എന്താണെന്നറിയോ? ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത 2 പേരും ഒരുപോലെ ഒപ്പിട്ടാലേ നടക്കത്തുള്ളൂ. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബ്ലെസ്ഡാണെന്ന് പറയാൻ കാര്യം, ആദ്യം പറഞ്ഞ ചിന്ത ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ബ്ലെസ്സിങ് അത് പാസീവല്ല, ആക്റ്റീവാണ്. അത് നിഷ്ക്രിയമല്ല, സജീവമാണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് എന്നാ പറഞ്ഞാലും ഇതിൻ്റെ ഒരു പാർട്ട്ണർ ആക്റ്റീവാണ്. എല്ലാവരും ഉണ്ടോ? നമ്മൾ ചിലപ്പോൾ തൂങ്ങിയും പിടിച്ചുമൊക്കെ ചിലപ്പോൾ മാറിയാലോ, അങ്ങേപ്പുറത്തെ co-holder of the account, he is very much active. ഇനിയും നിങ്ങളെല്ലാവരും ഓർത്തോടെ പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒരു ആനയും എലിയും കൂടെ ഒരു സ്ഥലത്തോട്ട് യാത്ര പോയപ്പോൾ ഒരു വലിയ നദി. അപ്പോൾ എലി നോക്കിയപ്പോൾ എലിക്ക് മനസ്സിലായി ഇത് നീന്തി കടക്കാൻ പറ്റുന്ന എതിരട്ട. അപ്പം
ആനയ്ക്കിത് വല്ല കാര്യമാണ്. ആന ഇറങ്ങി അതിലൂടെ നീന്താൻ തുടങ്ങി. അപ്പോൾ എലി ഇതിൻ്റെ മേലെ കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നീന്തലൊക്കെ കഴിഞ്ഞ് ആന അങ്ങേപ്പുറത്ത് കയറി കൂടെ അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ കണ്ടു, ഈ ഇത്രയും വലിയ നദി എങ്ങനെ നീന്തി കിടന്ന് പറഞ്ഞു. എലി ആടി കയറി പറയാം, ഞങ്ങൾ രണ്ടുകൂടെ അങ്ങ് നീന്തിയ ഞങ്ങൾ രണ്ടുകൂടെ നീന്തു. എലിയുടെ പറച്ചിട്ട് കേട്ട് എല്ലാവരും വിചാരിച്ചു ഇവനാണ് ഇച്ചിരി ഉള്ളേനും ഇവനിങ്ങ് നീന്തി കയറിയല്ലോ. ആന മിണ്ടാതെ നിൽക്കുക. കാര്യം എലിക്കൊരു കാര്യം അറിയാം, എലി നീന്തിയിട്ടല്ല ഇങ്ങേപ്പുറത്ത് വന്നത്, ബലമുള്ള ആനയുടെ പുറപ്പ് ഇരുന്നത് കൊണ്ടാണ്. എഫേസ്യ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കും. 1-ാം അധ്യായത്തിൽ തന്നെ അവനിൽ ക്രിസ്തുവിൽ ഉള്ള ദൈവിക നന്മകളുടെ വലിയ നിറവ് പകരക്കാരിയാണെന്നറിയോ. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് ആവർത്തിച്ച് പ്രസംഗിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ പാർട്ട്ണർഷിപ്പ് തിരിച്ചറിയുമ്പോൾ പാപത്തിൻ്റെ ശക്തിയുടെ സാന്നിധ്യം കുറയും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പാർട്ട്ണർഷിപ്പ് തിരിച്ചറിയുമ്പോൾ അസാധാരണമായ ഉത്സാഹം നമ്മളുണ്ടാവും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറയുക. പ്രശ്നങ്ങളുടെ വലിപ്പത്തിലല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉത്സാഹം ഇരിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് എന്ന് പകലിൽ ഇതുകൊണ്ട് ഞാൻ പറയുന്നു. സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ഇൻ ക്രൈസ്റ്റ്, അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ചാൽ മതി. 27 പ്രാവശ്യമാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ള ചിന്ത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പകൽ ഞാനിത് പറയാൻ കാര്യം എന്നറിയാമോ? സ്തോത്രം. ഇത് പറയാൻ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ നമ്മളാരും അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യനല്ലായിരുന്നപ്പോൾ അവൻ അലിഞ്ഞു വന്ന ആ ഉടുപ്പിൻ്റെ ബലത്തിലും മണത്തിലും അവനെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏത് സമയം ഉറപ്പോടെ പറയാൻ കഴിയുന്നത്, ഐ ആം ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടി വരുന്നത്. നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ കൊടുക്കുന്ന അനുഗ്രഹം നമ്മുടെ അനുഗ്രഹമല്ല. ഇന്നു പകലിൽ സ്തോത്രം. ഈ പകൽ ഈ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ അകത്താഴമായി കത്താൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പകൽ ലോകത്തെ ജയിക്കാൻ, പാപത്തെ ജയിക്കാൻ, ആത്മീയ ജീവിതത്തിൻ്റെ ഉത്സാഹം കുറയാതെ, ആത്മീയ ജീവിതത്തിൽ ചലനം ഒന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. ഉടമരക തുരിയം നൽകഷിയ ദലരെ രക തുരിയം നൽകസി റദക്കാസി ഖൽക്കതയം നൽകസിയ. രക്തത്താലും വചനത്താലും ഇന്ന് പകൽ ഞാൻ ഒരുമിച്ച് ദൈവം എടുക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. അടമാ രഗതർ കടമ തുരാതനൽക്കവ കുണിയ കുത്തൊടുക്കിൽ ഞാൻ നിങ്ങൾ കുത്തിയൊളിച്ച് പോകാമായിരുന്ന സ്ഥാനത്ത് അക്കരെ കടന്നത് അക്കരെ കടക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽ ഇന്നാക്റ്റീവായിട്ട്, പാസീവായിട്ട്, നിഷ്ക്രിയമായിട്ട്, ഒന്നുമില്ലാതെ, ഒന്നും പ്രതികരിക്കാതെ, ഒന്നും ചെയ്യാതെ വെറുതെ അല്ല. ഇന്ന് പകൽ ആരൊക്കെ ആ പാട്ടനൊന്ന് കോപ്പറേറ്റ് ചെയ്യുമോ? ഉടവൽക്കസി അന്തൽക്കമ ഏറ്റവും കുറഞ്ഞത് ആനയുടെ പുറത്ത് എരിയുന്ന പോലെ അത്ര ആ സമയങ്ങളിൽ തന്നെത്താലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുവാൻ തയ്യാറായി എന്നതുപോലെ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ ദൈവസമിതിക്ക് ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഉടവൽ കടകറിയ പ്രശ്നത്തിൻ്റെ ബാധ്യതകളുടെ സ്തോത്രം കയറ്റിയിറക്കമാണോ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം അടപടല പരാജയമാണെന്ന് നമുക്ക് തിരിച്ചറിയണം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ദൂത്, ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കാലത്ത് കേൾക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരാദാമും ഔവയോ ആ ഒരു തലം ഇന്ന് പകൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഇന്ന് പകൽ എത്ര പേർ അതിനോട് പറയോ? ഉടവൽ കതരകതിരിയ പ്രസംഗന്മാർ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽ സ്തോത്ര പ്രശ്നങ്ങൾ ഇല്ലാതെ വരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ സംഖ്യകൾ കുറയട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ.
ഇന്ന് പകൽ എന്നെയും ദൈവവുമായി ബന്ധപ്പെടുത്തിയത് എൻ്റെ ഭൗതിക പ്രതിസന്ധികളുടെ വലിപ്പമല്ല, അതിലുപരി ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള വെളിപ്പാടകത്ത് ആത്മാവ് കത്തിക്കട്ടെ. ആത്മനിയോഗത്തോടെങ്കിലും പകൽ പരിശുദ്ധമ പറയുന്നു, അഥവാ തുരാതകരുക ദൈവം എത്തിച്ചത് പലതും അറിഞ്ഞോ അറിയാതെയോ പിശാചിന് അടിയറ വെച്ചിട്ട് അവന് അനുമതി നൽകിയിട്ട് അവൻ പിശാചിന് അനുവാദം കൊടുത്തിട്ട് പിശാചിന് അവൻ സ്ഥലമൊരുക്കിയിട്ട് ആമേനത് ദൈവമായുള്ള ബന്ധവും ആത്മീയത്തെ അകാരണമായി ബാധിക്കുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അടത കുടുംബ പൗടിയ അർത്ഥനെ ജാനം ധൗഡം അനുഗ്രഹിച്ചവൻ്റെ അനുഗ്രഹം കൈപ്പറ്റാൻ, ആമേൻ അധികാരം ലഭിച്ചവൻ്റെ അധികാരം കൈപ്പറ്റാൻ പിശാച് ഏറ്റവും കൗശലവേറിയ സബല അർത്ഥകേതൽക്കമ ഉള്ളതിൽ ഏറ്റവും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ഇടപെടുകയാണ്. ദൈവിക അനുഭവങ്ങളെ ചോർത്തുന്നത് കൗശലക്കാരൻ്റെ രൂപത്തിൽ വരുന്ന പിശാചാണെന്നറിയണം. ഇന്ന് പകൽ എന്നോട് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അർത്ഥകരതല ഘടകസിയ പ്രസരമൊന്നും ഇല്ലാതിരുന്ന് ദൈവത്തോട് അസാധാരണമായ കൂട്ടായ്മയിൽ നിന്ന് ആദാമിനെ പോയി വീഴ്ത്താൻ കൗശലക്കാരൻ വളരെ കൗശലത്തിൻ്റെ അവൻ വന്നു പറഞ്ഞതൊന്നും ഒറ്റ വാക്കിൽ തെറ്റായ കാര്യമൊന്നുമല്ല. നിങ്ങൾ തിന്ന ദൈവത്തെ പോലാവുമെന്ന്. പക്ഷെ അവരറിഞ്ഞില്ല അവർ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അർത്ഥകജന ഘടകസിയ ഡബിൾ കന്ധന ചുടാരസി അന്ധക്രമ ആത്മമണ്ഡലങ്ങളെ മറിച്ചിടവയുന്ന ദൈവിക ഇതിൻ്റെ അകത്തുനിന്ന് നല്ല നിങ്ങൾ പ്രാർത്ഥനാ മുറി നല്ല ദൈവത്തിൻ്റെ നിങ്ങൾക്ക് നിന്ന് വെളിച്ചങ്ങളെ തുടർമാനമായി പ്രകാശിക്കാതെ വണ്ണം മറിച്ചു കളയുന്ന ഒരു സമയത്ത് ചൂട് കൂടി ഒരു സമയത്ത് വലിയ ഉത്സാഹിച്ച് നിൽക്കും ചില വെളിപ്പാടുകൾ, ചില ദൈവശബ്ദങ്ങൾ, ചില ദൈവിക ഇടപെടൽ. പക്ഷെ പിന്നത്തെ മറിച്ച് കളഞ്ഞ് ഉടവൽ ഘടകധനകം ഘടകത്തുലം തക്ക ശത്രുതിയമ്പ റനലി രഗത്പുര അദാല ക്ഷാമം ധകരഘടകസിയന്തൽ ഖമാദിയ അടത ചുടമ്പ പൗടി മിൽക്കാടതൽ ഖേദിയ. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന പിശാച് പറഞ്ഞേ. നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞേ. ഒറ്റ കേൾവിയിൽ ഒറ്റ വായനയിൽ ഒറ്റ പറച്ചിലിൽ അതൊന്നും ഇല്ലെന്ന് തോന്നിയാൽ നഷ്ടപ്പെട്ടത് അധികാരമാണ്, നഷ്ടപ്പെട്ടത് കൂട്ടായ്മയാണ്, നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യമാണ്, നഷ്ടപ്പെട്ടത് അസാധാരണമായ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതിന് തടസ്സമാണ്. ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അദ്ദേഹത്തെ പറയുന്നു, വ്യക്തിപരമായി ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളടക്കം വിവരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? യു ആർ ബ്ലെസ്ഡ്. God will bless you. But only by